ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് നാഷണൽ ഇൻകം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ നാഷണൽ ഇൻകത്തിൻ്റെ പ്ലേലിസ്റ്റിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരുപാട് റിക്വസ്റ്റ് പെൻഡിങ് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സിൽ ഓൾറെഡി വായിച്ചു. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇപ്പം എക്സാമിൻ്റെ റിവിഷൻ നടക്കുന്നതുകൊണ്ട് എനിക്ക് 1-2 ആഴ്ച ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഇനി എല്ലാ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. റിക്വസ്റ്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ഓർഡർ ചെയ്ത് പോകണം കേട്ടോ. അപ്പം ഇപ്പോൾ നാഷണൽ ഇൻകത്തിൻ്റെ ആ ഒരു ഓർഡർ കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഇൻഡയറക്റ്റ് ടാക്സ്. Indirect tax refer to those taxes which are imposed by the government on production and sale of goods and services. ഇപ്പോൾ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോഴോ അത് വിൽക്കുമ്പോഴോ ഗവൺമെൻറ് അതിന് മുകളിൽ ചെലുത്തുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദമായിട്ട് കിടക്കുന്നില്ല. അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST, ബേസിക് കസ്റ്റം ഡ്യൂട്ടി, ഇതൊക്കെ പരോക്ഷ നികുതികളാണ്. അത് പ്രത്യക്ഷത്തിൽ കസ്റ്റമറിൻ്റെ മുകളിൽ ചുമത്താത്ത, പരോക്ഷമായിട്ട് കസ്റ്റമറിൻ്റെ മുകളിൽ ആ ബേർഡൻ വരുന്ന ടാക്സുകളാണ് ഇതൊക്കെ കേട്ടോ. ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ആൻഡ് വാറ്റ് ഓൺ പെട്രോളിയം പ്രൊഡക്ട്സ്, ഇതെല്ലാം കസ്റ്റമറാണ് പേ ചെയ്യുന്നത്. പക്ഷേ നേരിട്ടല്ലെന്നേ ഉള്ളൂ, ഇൻഡയറക്റ്റ് ആയിട്ട് ആണ് പേ ചെയ്യുന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഗണത്തിൽ വരുന്നത്. പിന്നെ എക്സൈസ് ഓൺ ലിക്വർ, പിന്നെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, എൻട്രി ടാക്സസ് ആൻഡ് ടോൾ, ഇതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നാഷണൽ ഇൻകത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഗണത്തിൽ പോകുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് സബ്സിഡീസ് ആണ്. സബ്സിഡീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രയോജനകരമായ ഗുഡ്സോ സർവീസോ, അതായത് ഏതെങ്കിലും മെറിറ്റ് ഗുഡ് എന്ന് പറയും, സാധനങ്ങളോ സേവനങ്ങളോ ആൾക്കാരിൽ കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊഡക്ഷൻ ഫേംസിന് കൊടുക്കുന്ന ഒരു ഇളവ്, അതാണ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പം സബ്സിഡീസ് ആർ ദ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ്, മനസ്സിലായില്ലേ, ടു പ്രൊഡ്യൂസേഴ്സ് ടു ഫുൾഫിൽ ഇറ്റ്സ് സോഷ്യൽ വെൽഫെയർ ഒബ്ജക്റ്റീവ്സ്. അവരുടെ സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള ആ ഒരു ലക്ഷ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, ആ ഒരു സഹായമാണ് സബ്സിഡീസ് എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച ഉദാഹരണം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, ഇൻ ഇന്ത്യ LPG സിലിണ്ടർ ഈസ് സോൾഡ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്. നമുക്ക് ഗ്യാസ് സബ്സിഡീസിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. അപ്പം ഇതാണ് സബ്സിഡിക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ NIT എന്ന് പറയും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് റെഫർ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് സബ്സിഡീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും സബ്സിഡിയുടെയും ഡിഫറൻസിൻ്റെ ആ വ്യത്യാസമാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഇത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വർക്കിംഗ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് സബ്സിഡി ഓൺ എ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിന് മുകളിൽ ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഉദാഹരണം എന്താണെന്ന് നോക്കാം. ഇപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 ഷർട്ട്, ഒരു ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ₹500 ആണ്. 500 രൂപയാണ് ഒരു ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റാണ് കേട്ടോ. അത് മാർക്കറ്റിൽ വിൽക്കുമ്പോഴുള്ള കാര്യമല്ല പറയുന്നത്, അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആ ലാൻഡിൻ്റെയും ലേബറിൻ്റെയും എല്ലാ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ്റെയും അതിന് വേണ്ടിയിട്ട് ചിലവാകുന്ന തുകയാണിതെന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആൻഡ് ഗവൺമെൻറ് ലെവീസ് GST ഓഫ് 10%. ഈ 500 രൂപ ചിലവാക്കി ഉണ്ടാക്കിയ ഈ ഉൽപ്പന്നത്തിൻ്റെ, ഈ ഷർട്ടിൻ്റെ മുകളിൽ ഗവൺമെൻറ് 10% GST ഈടാക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ വില എങ്ങനെ പോകും? അപ്പം 500ൻ്റെ 10% എന്ന് പറയുന്നത് 50 ആണ്. അപ്പം ദെൻ പ്രൈസ് ഓഫ് ഷർട്ട്സ് വിൽ ഇൻക്രീസ് ടു ₹. അപ്പോൾ ആ 50 കൂടെ ഈ 500 കൂടെ ചേരുമ്പോഴത്തേക്ക് 550 ആവും. എന്തുകൊണ്ട്? ഡ്യൂ ടു ഇൻഡയറക്റ്റ് ടാക്സ്. മനസ്സിലായില്ലേ? അപ്പം ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എഫക്റ്റ് മനസ്സിലായല്ലോ. ഇനി ഇപ്പോൾ 500 രൂപയായിരുന്ന ഷർട്ട് 10% GSTയോട് കൂടി 550 രൂപയായിട്ട് മാറി. ഇഫ് ദ ഗവൺമെൻറ് ഗ്രാൻസ് എ സബ്സിഡി ഓഫ് ₹10, ഇപ്പോൾ ഒരു ഷർട്ടിൻ്റെ മുകളിൽ ഗവൺമെൻറ് 10 രൂപ സബ്സിഡി കൊടുക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ആ 550 രൂപയിൽ നിന്നും ഈ 10 രൂപ കുറയ്ക്കണം, സബ്സിഡി കുറയ്ക്കണം. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുന്നത്, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പോലെ. അപ്പം ദെൻ പ്രൈസ് ഓഫ് ഷർട്ട്സ് വിൽ ബി ₹540. 550 മൈനസ് ഈ 10 രൂപ സബ്സിഡി ഈസ് ഈക്വൽ ടു 540 ഡ്യൂ ടു സബ്സിഡി. മനസ്സിലായില്ലേ? അപ്പം ആ കണക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. 50 മൈനസ് 10 ഈസ് ഈക്വൽ ടു 40. ഈ 50 എന്ന് പറയുന്നത് GST ആണ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, മൈനസ് സബ്സിഡി 10, അപ്പോൾ ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ഈ 40 ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് 2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് പെയ്ഡ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ദിയർ കോൺട്രിബ്യൂഷൻ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അവരുടെ കോൺട്രിബ്യൂഷന് വേണ്ടി അവർ നടത്തിയ കോൺട്രിബ്യൂഷന് വേണ്ടി പേ ചെയ്ത ആ എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ നേരത്തെ പറഞ്ഞ 500 രൂപ ഉദാഹരണത്തിൽ, ഷർട്ടിൻ്റെ 500 രൂപ ഉദാഹരണത്തിൽ പറഞ്ഞ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. മനസ്സിലായില്ലേ? ഇൻ ദ ഗിവൺ എക്സാമ്പിൾ ₹500 ഈസ് ദ ഫാക്ടർ കോസ്റ്റ്. ഓക്കെ,
അടുത്തത് മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് നോക്കാം. അത് MP. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൈസ് അറ്റ് വിച്ച് പ്രൊഡക്റ്റ് ഈസ് ആക്ച്വലി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. അത് ഒരു പ്രൊഡ്യൂസർ നേരത്തെ ഷർട്ട് ഉൽപ്പാദിപ്പിച്ച അദ്ദേഹത്തിന് അത് മാർക്കറ്റിൽ എത്ര വിലയ്ക്ക് വിൽക്കാം എന്നുള്ള ആ ഒരു തുകയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇൻ ദ ഗിവൺ എക്സാമ്പിൾ ₹540 ഈസ് ദ മാർക്കറ്റ് പ്രൈസ്. മനസ്സിലായില്ലേ? ഇനി അത് നാഷണൽ ഇൻകത്തിൻ്റെ ഇക്വേഷനിൽ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പം മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഇൻഡയറക്റ്റ് ടാക്സ് 50 രൂപയായിരുന്നു, സബ്സിഡീസ് 10 രൂപയായിരുന്നു. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് 40 രൂപയായിരുന്നു. അപ്പോൾ ഈ 40 രൂപയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പറയുന്നത്. അപ്പം ഫാക്ടർ കോസ്റ്റിനോടൊപ്പം ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടെ ഉൾപ്പെടുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസ്, അതായത് ഒരു പ്രൊഡ്യൂസറിന് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ കഴിയുന്ന ആ ഒരു തുക വരുന്നത്. അപ്പോൾ അത് ആ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇത് ചുരുക്കി നമുക്ക് MP ഈസ് ഈക്വൽ ടു FC പ്ലസ് NIT നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് FC ആണ് കാണേണ്ടതുണ്ടെങ്കിലോ, അതായത് ഫാക്ടർ കോസ്റ്റ് ആണ് കിട്ടേണ്ടതുണ്ടെങ്കിൽ MP-യിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NIT കുറച്ച്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ നമുക്ക് FC കിട്ടുന്നതാണ്. ഇക്വേഷൻ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.